ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിലിംസിന്റെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. മിസ്സാക്കരുത്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ക്ലാസ്സിലും അതുപോലെ പറ്റുന്ന അത്രയും കണക്റ്റഡ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു പോകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഈ അടുത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഏത് രീതിയിലാണോ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയ അനുബന്ധ വിവരങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ഇനി ചോദ്യം വരാൻ ചാൻസ് ഉള്ള നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു പോകും. ഓരോന്നും നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യം LDC 2027 LDC LGS ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതിന്റെ കോഴ്സ് എന്താണ് നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നത്, അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്ത് ഈ കോഴ്സിൽ നിന്ന് കിട്ടും, എങ്ങനെ നിങ്ങൾ റാങ്കിലേക്ക് ആദ്യ റാങ്കുകളിലേക്ക് നിങ്ങൾ തീർച്ചയായും എത്തും, അതിൽ പറയുന്ന സ്റ്റെപ്സ് അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മിസ്സാക്കരുത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. പലരുടെയും ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യം തുടങ്ങുന്നത് പോലെ ഓരോ ദിവസവും ഇത്ര കാര്യങ്ങൾ പഠിക്കുക, പഠിച്ചെടുത്തത് റിവൈസ് ചെയ്യുക, ആ സാധനമല്ല. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടേതായ ഒരു ഫോർമാറ്റിലാണ് അത് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ക്ലാസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട SCRT നിന്നും വാരി വലിച്ച് പഠിക്കാവുന്ന ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്നും നിങ്ങളുടെ സമയം പോവാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇരുന്നിട്ട് SCRT നിന്നും ഓരോ പോയിന്റ്സും സെലക്ട് ചെയ്ത് SCRT ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സെഷനും അതുപോലെ തന്നെ LGS പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും അങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട്. LDCക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ SCRT ബൂസ്റ്ററും അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സും ആണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ ഓരോ ടോപ്പിക്സും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഇനി എന്ത് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ടോപ്പിക്സിൽ പഠിക്കുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത് പോകും. പക്ഷേ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉള്ളത് നമ്മുടെ LGS ബാച്ചിലാണ്. ഓക്കെ, കാരണം എന്താണ്, LGSന് എന്തായാലും എടുത്തു ചോദിക്കുന്ന ഒരുപാട് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ LDCക്ക് അതുപോലെയല്ല, ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ LGSലുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു വേറെ ഫോൾഡർ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ബാച്ചിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അത് രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയി ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ചെക്ക് ചെയ്യുക. ജോയിൻ ചെയ്യാൻ മറക്കരുത്, മിസ്സാക്കരുത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അടുത്ത പ്രാവശ്യത്തെ എക്സാമിൽ, അതായത് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന LGS ആണോ LDC ആണോ ഏത് എക്സാമിനാണെങ്കിലും നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും ഒരു മിസ്സും വരാതെ നിങ്ങളുടെ ഫോൾട്ടുകളെല്ലാം മാറ്റി, നമ്മുടെ ഫോൾട്ടുകൾ മാറ്റലാണ് ഏറ്റവും പ്രാധാന്യം ഇതിന്റെ. അതായത് ഇതുവരെ എഴുതിയ പലരും പല രീതിയിൽ, അതായത് ഒരുപാട് എക്സാംസ് ഇതുവരെ എഴുതിയവരാകും. അതിലൊക്കെ പല 40-ന് മുകളിൽ മാർക്ക് കയറുന്നുണ്ടാവില്ല. അങ്ങനെ പല പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ മാറ്റി നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന മാർക്ക്, നിങ്ങളുടെ കപ്പാസിറ്റിക്കുള്ള ഏറ്റവും ഉയർന്ന മാർക്ക് തന്നെ നിങ്ങൾ സ്കോർ ചെയ്യും. തീർച്ചയായും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്സും അവിടെ ഫോളോ ചെയ്യും. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിൽ ഓരോന്നും നോക്കി മനസ്സിലാക്കുക. ഓരോന്നും അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഡെയിലി ക്ലാസ്സസ് അല്ല, ഡെയിലി നിങ്ങൾക്ക് ഇത്ര ക്ലാസ്സസ് വെച്ച് ഇട്ട് തരുന്ന ഒരു പരിപാടിയല്ല, മറ്റൊരു മെത്തേഡാണ് നമ്മൾ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കി, അതായത് ഡീറ്റെയിൽസ് പോയി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വാലിഡിറ്റിയുടെ കാര്യമൊന്നും പേടിക്കണ്ട. ഇത്ര മാസത്തേക്ക് ഇത്ര ദിവസത്തേക്ക് എന്നല്ല, എന്നാണോ നിങ്ങളുടെ എക്സാം കഴിയുന്നത് അത് കഴിയുന്നത് വരെ നിങ്ങൾക്ക് അത് അവിടെ തീർച്ചയായിട്ടും അവൈലബിൾ ആവും. അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ കൂടുതൽ ക്ലാസ്സസ് ചെയ്യാൻ, അതായത് 10th പ്രിലിംസിന് അത്രയും ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പല കമന്റ്സും കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടപ്പോഴാണ് ഇത്രയും ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്, പാർട്ട് 2 അത്രയും ആളുകൾ വെയിറ്റിംഗ് ആണെന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പാർട്ട് 2 ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിന് കരുത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, പറ്റുകയാണെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃതികളൊക്കെ പഠിക്കണം എന്ന് ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തന്നതാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ പ്രധാനമാണ് അല്ലേ. വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, പ്രാചീന മലയാളം, ഇതൊക്കെ പ്രധാനമാണ് കേട്ടോ. ഏത് കൃതിയെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞത് ഏത് കൃതിയെ കുറിച്ചാണ്? വേദാധികാര നിരൂപണത്തെ കുറിച്ചാണ്. വേദാധികാര നിരൂപണം പേരിൽ തന്നെ ഉണ്ട്. വേദാധികാരം, വേദം പഠിക്കാനുള്ള അധികാരം സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ അവകാശം
ഉണ്ട് എന്നുള്ളതിനെ പറ്റി പറയുന്നതാണ് വേദാധികാര നിരൂപണം. പിന്നെ ക്രിസ്തു മതചേതനം, ക്രിസ്ത്യൻ മിഷനറിമാർ അന്ധകാലത്ത് എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നു? മതപരിവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനെതിരായി ആര് രചിച്ചതാണ്? ചട്ടമ്പി സ്വാമികൾ രചിച്ചതാണ് ക്രിസ്തു മതചേതനം. പിന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മോക്ഷപ്രദീപം എന്ന കൃതി ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. ഏത്? മോക്ഷപ്രദീപം. ഈ കൃതിയെ വിമർശിച്ചുകൊണ്ട് അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, അപ്പൊ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ. താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ പെടാത്തത് ഏത്, അതിന് ആദ്യം പെടുന്നത് ഏതെന്ന് അറിയണ്ടേ, നല്ല നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ആദ്യത്തെ കൃതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അല്ലെ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരുപാട് വചനങ്ങളുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെയാണ് ആലുവ സർവമത സമ്മേളനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1924 ആലുവ സർവമത സമ്മേളനം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് ടെൻഷൻ ആവണ്ട. ഇപ്പോഴും നിങ്ങൾക്കുള്ള റിവിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ തന്നെയാണ് ഇപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യനിലേക്ക് പോകാത്തതെന്ന് ആലോചിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ പഴയ പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യം വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് 4, 5, 6 തവണയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഏതിലാണ്? ആലുവ സർവമത സമ്മേളനം. 1924 നടന്ന ആലുവ സർവമത സമ്മേളനത്തിന്റെ എവിടെയാണ്? പ്രവേശന കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് അല്ലെ. പിന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ വർഷം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ്. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചതാണെങ്കിൽ അത് 1887 തൊട്ടടുത്ത വർഷമാണ് പ്രതിഷ്ഠ അല്ലെ. ആദ്യം ക്ഷേത്രം പണി കഴിപ്പിക്കണ്ടേ. അപ്പൊ 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പിന്നെ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതാരാണ്? അതും ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. പിന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് അല്ലെ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് അത് ആരുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കുന്നു പറഞ്ഞത് ആരാണ്? അത് അയ്യങ്കാളിയാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അതും അയ്യങ്കാളിയാണ്. പക്ഷെ അരുവിപ്പുറം പ്രതിഷ്ഠാ വേളയിൽ ഗുരു പറഞ്ഞ എന്താണ്? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഈ അമ്പലത്തിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിന് എതിർപ്പുണ്ടാവും. അതായത് നിങ്ങൾ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ശിവനെ പ്രതിഷ്ഠിക്കുന്നത്, ഞങ്ങൾ മേൽജാതിക്കാരുടെയാണ് ശിവൻ എന്നൊക്കെ പറഞ്ഞൊരു എതിർപ്പുണ്ടാവും. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരു ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഡൗട്ട് വരരുത്. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് കേട്ടോ. ഓക്കെ, ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഒന്നാലോചിച്ച് നോക്കി. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്, ഈഴവ ഗസറ്റ് ഏതിന്റെ മുഖപത്രമാണ്? SNDP മുഖപത്രമാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്. SNDP ആദ്യ മുഖപത്രം വിവേകോദയമാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് ഏത്? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ. ഓക്കെ, അപ്പൊ തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്?
സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് ഏത്? നമ്മൾ പറഞ്ഞ തിരികെ സ്കൂളിലേക്ക്. എപ്പോഴാണ് കുടുംബശ്രീ നിലവിൽ വന്നത്? കുടുംബശ്രീ നിലവിൽ വന്നത് 1998 മെയ് 17. അതായത് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് ചോദ്യം വരും. 1998 മെയ് 17. ഏത് ജില്ലയിലാണ്? മലപ്പുറം അല്ലെ? മലപ്പുറത്താണ്. MLP മലപ്പുറത്താണെന്നുള്ളതും പഠിച്ചു വെക്കുക. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അടൽ ബിഹാരി വാജ്പേയി ആണ് അല്ലെ? അടൽ ബിഹാരി വാജ്പേയി അഥവാ AB വാജ്പേയി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കുടുംബശ്രീ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദ്യം വരും. അപ്പൊ ശ്രദ്ധിക്കണം, അടൽ ബിഹാരി വാജ്പേയി. 98 അപ്പൊ നമുക്ക് കിട്ടുമല്ലോ. 98 അല്ലെ? 98 അടൽ ബിഹാരി വാജ്പേയി അഥവാ AB വാജ്പേയി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരാറുണ്ട്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏത് ഉദ്ഘാടനം ചെയ്തത്? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 9ാം പഞ്ചവത്സര പദ്ധതി. ഈ പഞ്ചവത്സര പദ്ധതിയിൽ വേറൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒന്നെന്താണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പക്ഷെ അതല്ല, ആയിട്ട് വേറെ ഒന്നും കൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 50ാം വാർഷികം പറയുമ്പോൾ 1997 അല്ലെ? 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പൊ 97 50ാം വാർഷികം. അപ്പൊ ഏതാണ്? 97 തുടങ്ങി 2002 അവസാനിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടണം. അത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അങ്ങനെ തന്നെ ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഏതിന്റെ 50ാം വാർഷികം? നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 9 50 കണക്ട് ആവുമല്ലോ. 950 എന്താണ് അറിയപ്പെടുന്നത്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി അല്ലെ? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? 10ാം പഞ്ചവത്സര പദ്ധതി ഓർമ്മ ഉണ്ടോ? 10ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ? കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 1ാം പഞ്ചവത്സര പദ്ധതി റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 1ഉം 2ഉം ഏതിന് റിപ്പീറ്റിംഗ് ആണ്? പ്രിലിംസിനും LGSനൊക്കെ റിപ്പീറ്റിംഗ് ആണ്. എന്താ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദ്യം വരാറുണ്ട്. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ് അറിയപ്പെടുന്നത്? ഹറോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും രണ്ടും ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു അല്ലെ? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക. അതുപോലെ തന്നെ വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 3ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? അത് 3ാം പഞ്ചവത്സര പദ്ധതി ചക്രവർത്തി മോഡൽ എന്നും 4ാം പഞ്ചവത്സര പദ്ധതി 3ാം പഞ്ചവത്സര പദ്ധതി ചക്രവർത്തി മോഡൽ, 4ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗാഡ്ഗിൽ മോഡൽ 4ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ത്? ധർ മാതൃക അല്ലെ? അല്ലെങ്കിൽ ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഈ 6ാം പഞ്ചവത്സര പദ്ധതിക്ക് ഗാന്ധിയൻ മോഡൽ എന്നൊരു പേരുണ്ട്. ഓക്കെ, മേ ബി ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗാന്ധിയൻ മോഡൽ
മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് മേ ബി ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ 8ആണ് റാവു മൻമോഹൻ മോഡൽ. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലെ, അല്ലെങ്കിൽ മൻമോഹൻ മാതൃക എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 9 നമ്മൾ പഠിച്ചിരുന്നു. 9 എന്താണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മൾ ഇപ്പൊ പഠിച്ചതാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. കേരള മോഡൽ. ഈ 11ാം പഞ്ചവത്സര പദ്ധതിയെ വിദ്യാഭ്യാസ പദ്ധതി എന്നും പറയാറുണ്ട് കേട്ടോ. വിദ്യാഭ്യാസ മാതൃക അല്ലെങ്കിൽ വിദ്യാഭ്യാസ മോഡൽ എന്നൊക്കെ പറയാറുള്ളത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? ഒന്ന് ഹരോൾഡ് ഡോമർ മാതൃക. 2 എന്താണ്? മഹലനോബിസ് മാതൃക, ചക്രവർത്തി മാതൃക അല്ലെങ്കിൽ ചക്രവർത്തി മോഡൽ, ഗാഡ്ഗിൽ മോഡൽ. 5 ദർ മോഡൽ. ഗാന്ധിയൻ മോഡലാണ് 6 അല്ലെ, ഗാന്ധിയൻ മാതൃക എന്ന് 6. 8ആണ് റാവു മൻമോഹൻ മോഡൽ എന്നോ അല്ലെങ്കിൽ മൻമോഹൻ മാതൃക എന്നോ തന്നു കഴിഞ്ഞാൽ അത് 8ആണ്. 9ആണ് ജനകീയ പദ്ധതി. 9ആണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. 10ആണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. 11ആണ് എന്ത്? വിദ്യാഭ്യാസ മോഡൽ എന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാതൃക എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അതായത് മോഡൽസ് ഒക്കെ ക്ലിയർ ആണല്ലോ. പിന്നെ ഇത് രണ്ടും എന്തായാലും പഠിച്ചു വെക്കണം. 1ആണ് കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. 2ആണ് വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് 5ആണ്. 5 എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോക്കാം. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി നമ്മൾ പഠിച്ചതാണ്. 1998 മെയ് 17. അത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് 50ാം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. 50ാം വാർഷിക വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ക്ലിയർ ആണ്. 1955 ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംരംഭമാണ് കുടുംബശ്രീ. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ. 1955 ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംരംഭമാണ് എന്ത്? കുടുംബശ്രീ. മനസ്സിലാക്കി വെക്കുക. അയൽക്കൂട്ടം, ഏരിയ വികസന സമിതി, കമ്മ്യൂണിറ്റി വികസന സമിതി എന്നിവ ചേരുന്നതാണ് കുടുംബശ്രീയുടെ ത്രിതല സംവിധാനം. അപ്പൊ ചോദ്യം വരുവേ, കുടുംബശ്രീയുടെ ത്രിതല സംവിധാനത്തിൽ പെടാത്തത് ഏത്? അല്ലേ? ത്രിതല പഞ്ചായത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്താണ്. അപ്പൊ ത്രിതല പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബൽവന്ത് റായ് മേത്ത. ദ്വിതല പഞ്ചായത്ത് ആവശ്യപ്പെട്ടത് അശോക് മേത്ത അല്ലെ. അശോക് മേത്ത കമ്മിറ്റിയാണ് ദ്വിതല പഞ്ചായത്ത് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്ക്. ഇതിന്റെ കൂടെ നമുക്ക് പഠിക്കാലോ. പഞ്ചായത്തി രാജിന്റെ പിതാവ് നമ്മൾ പഠിച്ചതല്ലേ? ബൽവന്ത് റായ് മേത്തയാണ് അല്ലെ. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 73ാം ഭരണഘടന ഭേദഗതി. ക്ലിയർ? നമുക്ക് നോക്കാം. അപ്പൊ അയൽക്കൂട്ടം, ഏരിയ വികസന സമിതി, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വികസന സമിതി എന്നിവ ചേരുന്നതാണ് കുടുംബശ്രീയുടെ ത്രിതല സംവിധാനം. പിന്നെ കുടുംബശ്രീയുടെ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ തിരികെ സ്കൂളിലേക്ക് ആരംഭിച്ച വർഷം 2023 അപ്പൊ നമുക്ക് കറണ്ട് അഫെയർ ആയിട്ട് ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയായാലും കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിലും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ പഠിച്ചതും ഇതാണ്. കുടുംബശ്രീയുടെ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ തിരികെ സ്കൂളിലേക്ക് ആരംഭിച്ച വർഷമാണ് 2023. 2023 ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത്, കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താ പഠിച്ചത്? കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എന്തിന്റെ? കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. നമുക്ക് നോക്കാം. അടുത്തത്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്?
രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? എന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നാണ് അല്ലെ. ഗണതന്ത്ര മണ്ഡപം പഠിച്ചു വെക്കണേ, ഇനിയും ചോദ്യം വരും, ഇത് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളതാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് എന്ത്? ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. നിലവിലെ രാഷ്ട്രപതിയൊക്കെ അറിയാലോ അല്ലെ, ദ്രൗപദി മുർമു ആണെന്നും ആദ്യ സാന്താൾ വംശജയാണെന്നും ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, രാഷ്ട്രപതി ആവുന്ന ആദ്യ സാന്താൾ വംശജയാണ് ആര്? ദ്രൗപദി മുർമു. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ ഗണതന്ത്ര മണ്ഡപമാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. എന്താണ്? ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആരാണ്? എഡ്വിൻ ലൂട്യൻസ് ആണ്. എഡ്വിൻ ലൂട്യൻസ് ആണ് കേട്ടോ. എഡ്വിൻ ലൂട്യൻസ് ആണ്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആണ് എഡ്വിൻ ലൂട്യൻസ്. പഠിച്ചു വെക്കണ്ടേ, എഡ്വിൻ ലൂട്യൻസ് ആണ്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആരാണ്? എഡ്വിൻ ലൂട്യൻസ് ആണ്. 1912 ആരംഭിച്ച രാഷ്ട്രപതി ഭവന്റെ നിർമ്മാണം പൂർത്തിയായത് 1929 ഈ വർഷം എന്തിലെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? 1929. എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഏതുമായി ബന്ധപ്പെട്ട്? INC സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് ഈ 1929. കിട്ടിയവർ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വരാം. അപ്പൊ ആദ്യം തീർക്കണ്ടേ. അപ്പോ 1912 ആരംഭിച്ച രാഷ്ട്രപതി ഭവന്റെ നിർമ്മാണം പൂർത്തിയായത് 1929. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം റൈസിന കുന്ന്. പിന്നെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് C രാജഗോപാലാചാരി. ഇമ്പോർട്ടന്റ് അല്ലേ? രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? C രാജഗോപാലാചാരിയാണ്. C രാജഗോപാലാചാരി. ഇനി നമ്മൾ പറഞ്ഞ ആ 29 വരാം. എന്തായിരുന്നു 29? ഇതൊക്കെ നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം, പെട്ടെന്ന് പോകുന്നില്ല. എന്നാലും 29 ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഏത് സമ്മേളനമാണ് 29? നെഹ്റു ആദ്യമായി അധ്യക്ഷനായ സമ്മേളനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാണ്? 1929 ഏതാണ്? ഈ 29 ഓപ്ഷൻ തരുന്നതിന് പകരം ഓപ്ഷൻ എയിൽ 27 ഉണ്ടാവും കേട്ടോ. 1927 ഉണ്ടാവും. ലാഹോർ സമ്മേളനമാണ് 29. ലാഹോർ സമ്മേളനമാണ് 29. ലാഹോർ സമ്മേളനമാണ്. 27 മദ്രാസ് സമ്മേളനമാണെന്നുള്ളത് പഠിച്ചു വെക്കുക. 29ഉം 27ഉം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ തരികയാണ്. അതായത് ലാഹോർ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം, അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം നടന്ന വർഷം, അല്ലെങ്കിൽ നെഹ്റു ആദ്യമായി അധ്യക്ഷനായ വർഷം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്ന് ചോദ്യം വന്നാൽ ആദ്യം തന്നെ 1927 അവിടെ കൊടുത്തിട്ടുണ്ടാവും. പലർക്കും ഡൗട്ട് വരുന്നുണ്ട്. ഡൗട്ട് വരരുത്. 1929 ലാഹോർ സമ്മേളനം. ഒരു ചോദ്യം എന്തായാലും ഒന്ന് പ്രതീക്ഷിച്ചിട്ട് പോവുക കേട്ടോ. 1929 ലാഹോർ സമ്മേളനം. പഠിക്കണ്ടേ ലാഹോർ സമ്മേളനം? അപ്പൊ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ലാഹോർ സമ്മേളനം എന്തായാലും പഠിച്ചിട്ട് പോവാ. അധ്യക്ഷനാണ് ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. INC അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആദ്യ വനിത കിട്ടിയോ? ആദ്യ വനിതയാണെങ്കിൽ ആനി ബസന്റ് ആണ്. ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാലാണ് നമ്മുടെ സരോജിനി നായിഡു, അഥവാ ഇന്ത്യയുടെ വാനമ്പാടി. സരോജിനി നായിഡു ആണ് ആദ്യ ഇന്ത്യൻ വനിത അല്ലെ. INC അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ആദ്യ വനിത ആനി ബസന്റ് ആണ്. ആനി ബസന്റ് 1917 ആണെങ്കിൽ സരോജിനി നായിഡു 1925 ഈ വർഷവും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ INC അധ്യക്ഷയായ ആദ്യ വനിത എന്ന് ചോദ്യം വന്നത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് വിദേശിയാണ്. 1893 പൗരത്വം സ്വീകരിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതാരാണ്? അത് സരോജിനി നായിഡു ആണ് അല്ലെ. സരോജിനി നായിഡു ആണ് ആദ്യ ഇന്ത്യൻ വനിത. INC അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. എപ്പോഴാണ് ഗാന്ധിജി അധ്യക്ഷനായത്? ഗാന്ധിജി അധ്യക്ഷനായത് 1924 കേട്ടോ. ഡൗട്ട് വരരുതേ. 1924 ഗാന്ധിജി അധ്യക്ഷനായതാണ്. എന്നാൽ 1901 എന്ത്? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം. 1901 എന്നാൽ ഗാന്ധിജി ഇത് കൽക്കത്ത സമ്മേളനമാണ് കേട്ടോ. ഇത് കൽക്കത്ത സമ്മേളനമാണ്. ഇതേതാണ്? ബൽഗാം സമ്മേളനമാണ് കേട്ടോ. ഗാന്ധിജി ആദ്യമായി അധ്യക്ഷനായ സമ്മേളനം. ചിലപ്പോൾ വർഷമൊന്നും തരാതെ ഏത് സമ്മേളനം എന്ന് മാത്രം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ബൽഗാം സമ്മേളനമാണ്. അതും പഠിച്ചു വെക്കണേ. ബൽഗാം സമ്മേളനമാണ്. ഗാന്ധിജി ആദ്യമായി അധ്യക്ഷനായ സമ്മേളനമാണ് 1924 ബൽഗാം സമ്മേളനം. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കണേ. ഓക്കെ, നെഹ്റു അധ്യക്ഷനായത് ലാഹോർ സമ്മേളനം 29. ഗാന്ധിജി അധ്യക്ഷനായതാണെങ്കിൽ അതേതാണ്? ഗാന്ധിജി അധ്യക്ഷനായത് 24 ബൽഗാം സമ്മേളനം.
കിട്ടി. പിന്നെ 1896 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. പിന്നെ 1911 ഇമ്പോർട്ടന്റ് ആണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത്. ഓക്കെ, അപ്പൊ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? 1896 കൊൽക്കത്ത സമ്മേളനം. രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ് കേട്ടോ. 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ആദ്യമായി ആലപിച്ചത് ആരെന്ന് ചോദ്യം വരും. രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എന്നാൽ 1911 സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ്? സരള ദേവിയാണ്. ഇപ്പൊ ഒരു ഡൗട്ട് വരുന്നില്ലേ? അതായത് 1911 ആദ്യമായി ആലപിച്ചത് ജനഗണമനയാണ്. ഈ ജനഗണമന രചിച്ചതാണ് രവീന്ദ്രനാഥ് ടാഗോർ, പക്ഷെ ആലപിച്ചത് സരളാദേവി. എന്നാൽ 1896 ആദ്യമായി ആലപിച്ചത് വന്ദേ മാതരാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എന്നാൽ ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ക്ലിയർ ആണോ? ഒരു വട്ടം കൂടെ. 1896 വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. നമ്മൾ പഠിച്ചു അല്ലെ? വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. ക്ലിയർ ആണ്? ഓക്കെ, ആദ്യമായി ആലപിച്ചത് ആര് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എന്നാൽ രചിച്ചത് ആരാണ്? രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണോ? അതായത് വന്ദേ മാതരം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണോ? അല്ല, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെ? ആനന്ദമഠം, അതും ചോദ്യം വരാറുണ്ട്. ഏത് കൃതിയിൽ നിന്നാണ് നമ്മുടെ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എന്നാൽ 1911 സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. അത് ആലപിച്ചത് സരളാദേവിയാണ്. ആരാണ്? സരളാദേവിയാണ്. ഓക്കെ, ഇപ്പൊ INC കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ INC രൂപീകൃതമായ വർഷം പഠിക്കണം. 1885 വർഷം മാത്രം പഠിച്ചാൽ മതി. ഒരു ഡേറ്റ് കൂടെ ഉണ്ടല്ലോ അവിടെ. എന്നാണ്? ഡിസംബർ 28 1885 ഡിസംബർ 28 എന്ത് രൂപീകൃതമായത്? INC രൂപീകൃതമായത്. നമ്മുടെ AO ഹ്യൂമാണ് INCയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ? INCയുടെ പിതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? AO ഹ്യൂമാണ്. AO ഹ്യൂം ആണ്. INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂമാണ്. AO ഹ്യൂമാണ്. എന്നാൽ INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ്. INCക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരെന്ന് നമുക്കൊരു ചോദ്യം വന്ന അതാരാണ്? അത് ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച ദാദാഭായ് നവറോജിയാണ് എന്ത്? INCക്ക് ആ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പഠിച്ചു? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. അതുപോലെ തന്നെ ആദ്യമായി INCയിൽ 3 തവണ അധ്യക്ഷനായ വ്യക്തി, INCയിൽ ആദ്യമായി 3 തവണ അധ്യക്ഷനായ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. INC അധ്യക്ഷനായ ആദ്യ പാഴ്സി മതക്കാരൻ, പാഴ്സി മതക്കാരനും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. 1886 കേട്ടോ അധ്യക്ഷനായത്. INC അധ്യക്ഷനായ ആദ്യ പാഴ്സി മതക്കാരൻ, ആദ്യം അധ്യക്ഷനായത് 1886. ക്ലിയർ അല്ലേ? അപ്പോ ദാദാഭായ് നവറോജി എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവാണ് ചോദിക്കണമെങ്കിൽ അത് M വിശ്വേശ്വരയ്യാണ് കേട്ടോ. M വിശ്വേശ്വരയ്യ നമുക്ക് പഠിക്കാം അത്. അപ്പോ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ പുസ്തകം, പ്രശസ്തമായ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ. ഇത് എഴുതിയ തന്നെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഇത് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ. ചിലപ്പോൾ മനസ്സിൽ നിങ്ങൾ മലയാളത്തിൽ പഠിച്ചു പോയി കഴിഞ്ഞ് ഇംഗ്ലീഷിൽ കാണുമ്പോൾ ഇത് പഠിച്ചിട്ടേ ഇല്ല തോന്നും. ഓക്കെ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ചോദ്യം വരാറുണ്ട്. എന്തായാലും റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരും. ഒന്നല്ലെങ്കിൽ ഇത് വരും, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതായിരുന്നു വരും. ഒന്നുകിൽ ഇത് വരും, ഇനി അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരാളും കൂടെ ഉണ്ട്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ, പ്ലാൻഡ്
എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാന്റ്, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? പ്ലാന്റ്, അതായത് ആസൂത്രണം. അപ്പൊ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യ. അത്രേ ഉള്ളൂ. ഓക്കെ, പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യ. അപ്പൊ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഒരു വട്ടം കൂടെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. പിന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. വിശേഷണങ്ങളൊക്കെ ചോദ്യം വരും. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, അങ്ങനെ പലതും ചോദ്യം വരും. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി. ഓക്കെ, അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കണ്ടേ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താ? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്താണ്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് പിന്നെ ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇതൊക്കെ ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇദ്ദേഹമാണ് നമ്മുടെ INC കളിയാക്കിയത്. വർഷത്തിലൊരിക്കൽ മണ്ഡുകങ്ങളെ പോലെ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവാണെന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെയാണ്. എന്നാൽ അദ്ദേഹമാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. ലോക്നായക് എന്നറിയപ്പെടുന്ന ആരാ? ലോകനായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. ജയപ്രകാശ് നാരായണൻ ലോക്നായക് എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായകനും ജയപ്രകാശ് നാരായൺ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായകനും ജയപ്രകാശ് നാരായണാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ചോദ്യം വരാറുണ്ട്. ആരാണ്? അരുണ അസഫ് അലിയാണ്. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. അരുണ അസഫ് അലി. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? അത് ജയപ്രകാശ് നാരായൺ. ഓക്കെ, അപ്പൊ ചോദ്യം വരുമല്ലോ. വരുമ്പോ എന്നെ ഓർക്കൂലേ? ചോദ്യം വരും കേട്ടോ. ഓക്കെ, ഇതൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വരുമ്പോ ഒന്ന് ഓർത്തെടുക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ, ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. പിന്നെ ഒരു ചോദ്യം വരും. വരിക സഹചര എന്ന മാർച്ച് ഗാനം രചിച്ചത് അംഷി നാരായണ പിള്ള. ആരാണ്? അംഷി നാരായണ പിള്ളയാണ് വരിക സഹചര എന്ന മാർച്ച് ഗാനം രചിച്ചത്. ആരാണ്? അംഷി നാരായണ പിള്ള. പിന്നെ ഒരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. INC അധ്യക്ഷനായ ആദ്യ മലയാളി അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി. INC അധ്യക്ഷനായ ഒരേ ഒരു മലയാളിയാണ് C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് തരും. ഓക്കെ, ഇതെന്താണ്? INC അധ്യക്ഷനായ ആദ്യ മലയാളി. എന്നാൽ INC ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 ആളുകളാണ്. ഇതിൽ ഒരേ ഒരു മലയാളി ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ, ബാരിസ്റ്റർ GP പിള്ളയാണ് എന്ത്? INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത 72 ആളുകളിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു മലയാളി. ഓക്കെ, INCയുടെ ആദ്യ സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടന്നത്? പൂനെയിൽ വെച്ചിട്ടാണ് നടത്താനിരുന്നത്. എന്നാൽ നടന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്. ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നത്. പൂനെയിൽ വെച്ചാണ് നടത്താനിരുന്നത്. അതും പഠിച്ചു വെക്കുക. ബോംബെയിൽ വെച്ചിട്ടാണ് INCയുടെ ആദ്യ സമ്മേളനം നടന്നത് കേട്ടോ. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ആരാണ്? WC ബാനർജി ആണ്. WC ബാനർജി. എന്നാൽ ആദ്യ സമ്മേളനത്തിൽ സെക്രട്ടറി ആരാണ്? സെക്രട്ടറി AO ഹ്യൂം ആണ്. നമ്മുടെ പിതാവല്ല, ഇതിന്റെ INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ പഠിക്കുന്ന ഈ സാധനത്തിന്റെ പിതാവാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന്റെ പിതാവ് ആരാണ്? AO ഹ്യൂം ആണ് INCയുടെ പിതാവ്. പിന്നെ WC ബാനർജി ആണ് ഇതിന്റെ ആദ്യ പ്രസിഡന്റ്. ഓക്കെ, ആദ്യ പ്രസിഡന്റ് WC ബാനർജി, ആദ്യ സെക്രട്ടറി ആരാണ്? അത് AO ഹ്യൂം തന്നെയാണ്. ഓക്കെ, പിന്നെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി മാത്രമല്ല, ഇദ്ദേഹം മറ്റൊരു സ്ഥലത്തും കൂടെ ഒരേ ഒരു മലയാളിയായിട്ട് ഇരുന്നിട്ടുണ്ട്. എവിടെയാണ്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ അതുവരെയൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ അമരാവതി സമ്മേളനമാണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ ചേറ്റൂർ ശങ്കരൻ നായർ ഇല്ലേ? C ശങ്കരൻ നായർ അഥവാ
ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം അധ്യക്ഷനായത് 1897 അമരാവതി സമ്മേളനം. ഇത് പഠിച്ചു വെക്കണേ. അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷനായത്. ആരധ്യക്ഷനായത്? സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. ആദ്യമായ ഒരു മലയാളി അധ്യക്ഷൻ, അല്ലെങ്കിൽ INC അധ്യക്ഷനായ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ക്ലിയർ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക മണ്ഡപം. അശോക് ഹാള് മണ്ഡപമായി, അത്രേ ഉള്ളൂ. ഹാള് മണ്ഡപമായി, അശോക മണ്ഡപം. അപ്പോ മുഗൾ ഉദ്യാൻ അമൃത് ഉദ്യാനായി, അശോക് ഹാള് അശോക മണ്ഡപമായി. ഓക്കെ. പിന്നെ രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആരാണ്? അത് എഡ്വിൻ ലൂട്ടിയൻസ് ആണ്. എഡ്വിൻ ലൂട്ടിയൻസ്. 1912 ആരംഭിച്ച രാഷ്ട്രപതി ഭവനിന്റെ നിർമ്മാണം പൂർത്തിയായത് 29 ലാഹോർ സമ്മേളനത്തിന്റെ സമയത്ത്. അല്ലെ, 29 ലാഹോർ സമ്മേളനം. ചോദ്യം വരാറുണ്ട്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ചോദ്യം വരാറുണ്ട്. ഏതാണ്? 29 ആണ്. പിന്നെ മൗലികാവകാശങ്ങളുടെ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. മൗലികാവകാശ പ്രമേയം അവതരിപ്പിച്ചത് 31 കറാച്ചി സമ്മേളനമാണ്. പ്രധാനപ്പെട്ട 3 സമ്മേളനം മാത്രം ഞാൻ പറഞ്ഞുതരാം, വാരി വലിച്ച് പറയണില്ല. ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കണേ. ഒന്ന്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാഹോർ സമ്മേളനം. ഓക്കെ, അത് ക്ലിയർ. പിന്നെ 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 31. ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ പഠിക്കാണ്ട്, 23 കേട്ടോ, 1923 ഏതാ സമ്മേളനം? കാക്കിനഡ സമ്മേളനം. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് നമ്മുടെ TK മാധവൻ. അല്ലെ, TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് 1923 കാക്കിനഡ സമ്മേളനത്തിലാണ് ഐത്തോച്ചാടന പ്രമേയം. ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1923 കാക്കിനഡ സമ്മേളനത്തിലാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദ്യം വന്ന ആരാണ്? TK മാധവൻ. പിന്നെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനം 29. 31 ഏത്? കറാച്ചി സമ്മേളനം. ഈ കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. എന്നാൽ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഈ 23 ഏത്? കാക്കിനഡ സമ്മേളനം. ഇതില് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. തൊട്ടടുത്ത വർഷമാണ് 1924. ഈ സമയത്താണ് ഐക്യത്തിനെതിരായി ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഉണ്ടാവുന്നത്, വൈക്കം സത്യാഗ്രഹം. അതിന് നേതൃത്വം നൽകിയതും ഇതേ വ്യക്തിയാണ്, TK മാധവൻ. അപ്പൊ 23, 24 ആരാ? TK മാധവൻ. 30, 31 ആരാ? K കേളപ്പൻ. 30, 31. ഓക്കെ, 30, 31 ആരാണ്? K കേളപ്പൻ. 30 എന്താ? ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും 31 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും K കേളപ്പനാണ്. കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കും. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. അപ്പൊ 23 കാക്കിനഡ സമ്മേളനം എന്താണ്? ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഐത്തോച്ചാടന പ്രമേയം. തൊട്ടടുത്തത് ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം 24 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അതിന് നേതൃത്വം നൽകിയതും TK മാധവൻ. ഓക്കെ, അത്രയൊക്കെ പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക മണ്ഡപം. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. ഇമ്പോർട്ടന്റ് ആണ്, വലിയൊരു സ്റ്റാർ ഇടാം. ഓക്കെ, ജർമ്മനിയുടെ സഹായത്തോടെ തന്നെയാണ് എപ്പോഴും ചോദ്യം വരാറുള്ളത്. അങ്ങനെ കണക്ട് ചെയ്തോ. റൂർക്കേലയാണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. റൂർക്കേല. ഓക്കെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു കണക്ഷൻ തരും എപ്പോഴും. 2016 അല്ലേ പയർ വർഷം? 2016 പയർ വർഷം. ഓക്കെ, പയർ 2016. ഓക്കെ, ഗാർഹിക പീഡന നിരോധന നിയമം 2006. 2006. ഓക്കെ, അപ്പൊ കണക്ട് ആയി. പിന്നെ കടം കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടൊരെണ്ണം, അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ അയർ. ഓക്കെ, അയർ. ഓക്കെ, അപ്പൊ അയർ. അപ്പൊ വെച്ച് നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല.
ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല 1959 കേട്ടോ. 1959 ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല നിലവിൽ വന്നത്. ബാക്കി ഒരു സെറ്റ് നമുക്ക് പഠിക്കേണ്ടത്. ഈ ഒരു സെറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. വർഷങ്ങളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ. മേ ബി ഇനി നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ കുറെ ചോദിച്ചതല്ലേ. ഇനി ഞാൻ വർഷം ചോദിക്കാന്ന് പറഞ്ഞ PSC വർഷം ചോദിക്കാതിരിക്കില്ല. ഓക്കെ, അപ്പൊ ചിലപ്പോൾ വർഷവും ചോദിക്കാം. വർഷം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പഠിക്കുക. ഈ വർഷം 1959 കേട്ടോ. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും വിദേശ സഹായവും. ഏതാണ് സ്റ്റീൽ പ്ലാന്റ്? ഭിലായ് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഛത്തീസ്ഗഡിലാണ് ഭിലായ്. റഷ്യയുടെ സഹായത്തോടെ 59 നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ ഭിലായ്, റഷ്യ രണ്ട് ചെറിയ പേരുകളാണ്. ഭിലായ്, റഷ്യ, വിശാഖപട്ടണം. ഓക്കെ, ഇത്ര പഠിച്ചു വെക്കുക. ഓക്കെ, ഭിലായ്, റഷ്യ രണ്ടും ചെറുതാണ്. ഭിലായ്, റഷ്യ. ദുർഗാപൂർ, ബ്രിട്ടൻ. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ടോ വെച്ചിട്ട് നമ്മൾ റൂർന്ന് പറഞ്ഞു. നല്ല സൗണ്ട് അവിടെയാണ് റൂർന്ന് വന്നത്. അതാണ് ജർമ്മനി. ഓക്കെ, ഒന്നുകൂടെ. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി, കണക്ഷൻ ഒന്നും വെക്കണ്ട. ചിലപ്പോൾ കണക്ഷൻ വന്ന് ഇനി കൺഫ്യൂഷൻ ആയാലോ. ഒന്ന് എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയോ. ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ. എപ്പോഴാണ് നിലവിൽ വന്നത്? 59 ഇത് രണ്ടും 59 അല്ലെ. ഏതാണ്? ഭിലായും റൂർക്കേലയാണ് ഏറ്റവും കൂടുതൽ PSC റിപ്പീറ്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ തെറ്റായ ജോഡി കണ്ടെത്താനൊക്കെ വരും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഈ ബോക്സിൽ തെറ്റായത്, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏതെന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നൊക്കെ ചോദ്യം വരും. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണേ. ഒന്നുകൂടെ പറയാം. ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡ്. റഷ്യ 1959. അപ്പൊ ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. റഷ്യയുടെ സഹായത്തോടെ 1959 നിലവിൽ വന്നു. ഭിലായും പിന്നെ ഏതൊക്കെ ഉണ്ട് റഷ്യയുടെ സഹായത്തോടെ? ബൊക്കാറോയും ഉണ്ട്, വിശാഖപട്ടണം ഉണ്ട് കേട്ടോ. ഓക്കെ, വിശാഖപട്ടണം. ഇതിൽ ഈ 4 നമ്മുടെ SCERT ഉള്ളത്. അതുകൊണ്ട് ഈ 4 ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനർത്ഥം മറ്റേ നമ്മൾ പഠിച്ചാൽ കുറ്റകരമാണെന്നൊന്നല്ല കേട്ടോ. അതും പഠിച്ചു വെച്ചോ. ഓക്കെ, കുറ്റമൊന്നും കിട്ടൂല, പഠിച്ചോ. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ, കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഭിലായ്, അതുപോലെ തന്നെ ബൊക്കാറോ, വിശാഖപട്ടണം ഒക്കെ റഷ്യ. ഓക്കെ, അപ്പൊ ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. റഷ്യയുടെ സഹായത്തോടെ 59 നിലവിൽ വന്നു. ദുർഗാപൂർ എവിടെയാണ്? ദുർഗാപൂർ, ബംഗാൾ. റൂർക്കേല എവിടെയാണ്? ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടെ. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഓക്കെ, PSCക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം അതാണ്. ഏതാണ്? റൂർക്കേല ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെ 1959. ആദ്യം 2 റിപ്പീറ്റ് ചെയ്യാം. ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടെ 1959. റൂർക്കേല ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടെ 1959. ഒരു വട്ടം കൂടെ. ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടെ 1959. റൂർക്കേല ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടെ 1959 നിലവിൽ വന്നു. ഒരു വട്ടം കൂടെ. ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടെ 1959. റൂർക്കേല ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടെ 1959. പിന്നെ ദുർഗാപൂർ, ബംഗാൾ, ബ്രിട്ടൻ 62. ഓക്കെ, ദുർഗാപൂർ എവിടെയാണ്? ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ 1962 നിലവിൽ വന്നു. ഓക്കെ, ദുർഗാപൂർ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രിട്ടന്റെ സഹായത്തോടെ 62 നിലവിൽ വന്നത്. ബൊക്കാറോ ജാർഖണ്ഡ് ആണ്. റഷ്യയുടെ സഹായത്തോടെ 64 നിലവിൽ വന്നു. ഏതൊക്കെ നമ്മൾ പഠിച്ചു? ആദ്യം നമ്മൾ ഏതാ പഠിച്ചത്? ഭിലായ് ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെ. എവിടെയാണുള്ളത്? ഛത്തീസ്ഗഡ് ആണ്. 1959 നിലവിൽ വന്നു. പിന്നെ രണ്ടാമത് ഏത് പഠിച്ചു? റൂർക്കേല ഒഡീഷയിലാണുള്ളത്. ജർമ്മനിയുടെ സഹായത്തോടെ 59 നിലവിൽ വന്നു. ദുർഗാപൂർ എവിടെയാണുള്ളത്? ബംഗാളിലാണുള്ളത്. ബ്രിട്ടന്റെ സഹായത്തോടെ 62 നിലവിൽ വന്നു. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണുള്ളത്. ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ 64 നിലവിൽ വന്നു. പിന്നെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ആണ്. റഷ്യയുടെ സഹായത്തോടെ തന്നെ 71 നിലവിൽ വന്നു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് ഭിലായ് ഛത്തീസ്ഗഡ് ആണുള്ളത്. റഷ്യയുടെ സഹായത്തോടെ 59 നിലവിൽ വന്നു. റഷ്യയുടെ സഹായത്തോടെ 59 നിലവിൽ വന്നു. റൂർക്കേല ഒഡീഷയിലാണുള്ളത്. ജർമ്മനിയുടെ സഹായത്തോടെ 59 നിലവിൽ വന്നു. ദുർഗാപൂർ ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ 62 നിലവിൽ വന്നു. ബൊക്കാറോ 64 റഷ്യയുടെ സഹായത്തോടെയാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ആണ്. റഷ്യയുടെ സഹായത്തോടെ 71 നിലവിൽ വന്നു. ഈ 4 എന്തായാലും പഠിച്ചു വെക്കോ. ഒരു വട്ടം കൂടെ. ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടെ 59. ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ആരുടെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെ. ഏതു വർഷം? 59. അതുവരെ ക്ലിയർ ആയി.
ഒരു വട്ടം കൂടെ. അടുത്തത് ഏതാണ്? റൂർക്കേല. റൂർക്കേല ആരുടെ സഹായത്തോടെയാണ്? അല്ല, എവിടെയാണ്? ഒഡീഷയിലാണ്. റൂർക്കേല ഒഡീഷയിലാണ്. ആരുടെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ. അതും 59 തന്നെയാണ് നിലവിൽ വന്നത്. 62 ബ്രിട്ടന്റെ സഹായത്തോടെയാണ് നിലവിൽ വന്നത്. ഏതാണ്? ബ്രിട്ടന്റെ സഹായത്തോടെ. ദുർഗാപൂർ ആണ്. ബംഗാളില് ബ്രിട്ടന്റെ സഹായത്തോടെ 62 നിലവിൽ വന്നു. പിന്നെ അവസാനം നമ്മൾ പഠിച്ചതാണ് ബൊക്കാറോ. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ 64 നിലവിൽ വന്നു. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് റഷ്യയുടെ സഹായത്തോടെ 71 നിലവിൽ വന്നു. ഈ സാധനം ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാമാനവും എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. NW3. ഓക്കെ, NW1 മുതൽ ശരിക്കും പഠിക്കണം. NW1 അലഹാബാദ് ഹാൽദിയ, NW2 സാദിയ ദുബ്രി, NW3 ഏതാണ്? NW3 കൊല്ലം കോഴിക്കോടാണ് കേട്ടോ. കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3 ആണ്. ഏത്? കൊല്ലം മുതൽ കോഴിക്കോട് വരെ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ കൊല്ലത്തിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള മാത്രം തന്ന ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ NW3 താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് തന്ന കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതവിടെ കിടക്കുന്നില്ലെങ്കിൽ മാത്രം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആൻസർ ചെയ്യുക. PSC ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഇപ്പൊ കൊടുക്കാറുള്ളത്. ഓക്കെ, അത് നീട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. NW3 ഏത് മുതൽ ഏത് വരെയാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3. NW1 ആണ് അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. NW2 സാദിയ ദുബ്രി. NW3 ഏതാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെ. NW4 താൽച്ചർ ദാമ്ര. NW5 ലഖിപൂർ ബംഗ. ഓക്കെ, ഇത്രയും എന്തായാലും NW5 വരെ എന്തായാലും ഈ 5 അറിഞ്ഞു വെക്കുക. ഓക്കെ, അതിൽ NW3 എന്തായാലും അറിഞ്ഞു വെക്കുക. വേറെ എന്തും വിട്ടു കളഞ്ഞോ NW3 ഒന്ന് അറിഞ്ഞിട്ട് പോവുക. ഓക്കെ, NW3 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോയി. ചിലതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പിന്നെയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിൽ ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നന്നായി തന്നെ പഠിച്ചു പോവുക. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതിന് അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകരിക്കുന്നുണ്ട്, ക്ലാസ്സിൽ പഠിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ആകെ അതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കുള്ളൊരു കിട്ടുന്ന ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഇനിയും ഞാൻ ക്ലാസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ കമന്റ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, എനിക്കറിയാം. എന്നാലും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് ഒരു മടിയൊക്കെ ഉണ്ടാവും, എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. വാട്സപ്പിൽ നമ്പർ കണ്ടുപിടിച്ച് മെസ്സേജ് ഉണ്ട്. സാർ അങ്ങനെ ഞാൻ കമന്റ് ഒന്നും ഇടാറില്ല, പക്ഷേ സാറിന്റെ ക്ലാസ് കണ്ടിട്ട് പറയാതിരിക്കാൻ തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നിങ്ങളുടെ നല്ല വാക്കുകളാണ്. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല വാക്കുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത ക്ലാസ്സുകൾ ചെയ്യാൻ അത് എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനായാലും, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാനായാലും, നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരാനായാലും നിങ്ങളുടെ ഓരോ വാക്കുകളും എനിക്കുള്ളൊരു മോട്ടിവേഷനാണ്, എനിക്കുള്ള ഫ്യൂവലാണ് നിങ്ങളുടെ ഓരോ വാക്കുകളും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല ആസ്വദിച്ച് നല്ല ഓരോ കാര്യങ്ങളും, അതായത് ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, LGS-നാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ LGS ലെവലിലേക്ക് കയറാനും, LDC-ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ LDC ബാച്ചിൽ കയറാനും മറക്കരുത്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, വൈകരുത്. ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇതിൽ റാങ്ക് നേടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പോയി ആസ്വദിച്ച് എക്സാം എഴുതുക. തീർച്ചയായും സിമ്പിളായിട്ട് പോയി ക്രാക്ക് ചെയ്തിട്ട് വരിക. അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ റിവിഷനൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. എല്ലാതും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല സമാധാനത്തോടു കൂടെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.